Hi friends, Assalamualaikum. Welcome back to Ziyas recipes. ഇന്നൊരു ചീസി ക്രീമി സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാൻഡ്വിച്ചിന് 3 ഡിഫറെന്റ് ടേസ്റ്റ് ആണുള്ളത്. ഷവർമയും പിസയും ബർഗറും നമുക്ക് ഒരൊറ്റ സാൻഡ്വിച്ചിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബർഗർ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അതായത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനീഗറും ചേർത്ത് കൊടുക്കാം. നമുക്ക് വിനീഗറിന് പകരമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്സിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഞാനിവിടെ 1 സവാള, 1 ടൊമാറ്റോ, 1 ക്യാരറ്റ്, 1 ക്യാബേജിൻ്റെ പീസ്. ക്യാബേജ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു വയലറ്റ് കളറിലുള്ള ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സാൻഡ്വിച്ചിലേക്ക് നമുക്ക് മയോനൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മയോനൈസ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഒട്ടും തന്നെ മയോനൈസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയിലേക്ക് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനീഗറിന് പകരം നമുക്ക് ഇതിന് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഓയിൽ 2-3 തവണ ആയിട്ട് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മയോനൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം സാധാരണ രീതിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു മയോനൈസിനുള്ളത്. ഇനി ഇതിലേക്കുള്ള ടൊമാറ്റോ സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള സോസും കൂടിയാണിത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സവാളയാണ് ഫസ്റ്റ് തന്നെ വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് കനം കുറഞ്ഞിട്ടല്ല കട്ട് ചെയ്തത്. അത്യാവശ്യം ഒരു സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ പച്ചക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു വെജിറ്റബിൾസും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോനൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബർഗർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ബർഗറിൻ്റെ ഈ ഒരു സ്ലൈസിൽ ഞാൻ മയോനൈസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മയോനൈസ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് ചിക്കനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബർഗർ ചീസാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ സ്ലൈസ് ബർഗറിൽ
നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ഫില്ലിങ്സ് വെക്കാം കേട്ടോ. കാബേജോ ഒനിയനോ ടൊമാറ്റോയോ ഒക്കെ അച്ചേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വീണ്ടും ടൊമാറ്റോ സോസ് ബർഗറിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചീസ് നല്ല കറക്റ്റിൽ സൈഡ്സിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊസറല്ല ചീസ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മാത്രമേ ചീസൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനും കാണാനും നല്ല ഭംഗിയുണ്ടാകും. ഇനി നമുക്കിത് ഓവൺ ഇല്ലാതെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെയുള്ള കേക്ക് ടിൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് ആയാലും മതി. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബർഗർ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെക്കുക. അപ്പം ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ 4 കറക്റ്റായിട്ട് നമുക്ക് ഒരു ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് പാനിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മുകളിലുള്ള ചീസും ഉള്ളിലുള്ള ചീസും നല്ല ക്രീമായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവണിൽ വെക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ബർഗർ ബെന്നിന് തന്നെ നല്ലൊരു സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിസയും ഷവർമയും ഒരൊറ്റ ബർഗറിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഉൾഭാഗം എത്രത്തോളം ക്രീമിയാണെന്ന്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റി ആണെന്നുള്ളതും. പിന്നെ ഇതിന് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ പാനിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കിത് ചീസ് മെൽറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെന്നും അതുപോലെ തന്നെ ചീസ് മെൽറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞിട്ടുമില്ല. ആ രീതിയിലാണ് ഇന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം ഓവൺ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോസ് പാനിൽ ഇങ്ങനെ ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഞാൻ ഈ ഒരു മെത്തേഡിൽ സാൻഡ്വിച്ചിലും അതുപോലെ തന്നെ ബ്രെഡിലും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.